കൂട്ടുകാർക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റായ അരങ്ങും പൊരുളും എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ ഖൽബിലെ നിലാവ് എന്നുള്ള പാഠഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. പാഠഭാഗം തുടങ്ങുന്നതിന് മുന്നേയായി ഒരു ചെറിയ ലിങ്ക് നൽകിയിട്ടുണ്ട്. ചായം മറിഞ്ഞ ഉടുപ്പണിഞ്ഞ് പാട്ടുപാടി പറക്കുന്നൊരു പൂമ്പാറ്റച്ചിറക്. പൂമ്പാറ്റകൾ പൊതുവെ കാണാൻ വളരെ സൗന്ദര്യമുള്ള ഒരു ജീവിയാണ്. അതിൻ്റെ മനോഹരമായ ചിറകുകളിൽ ചായം മറിഞ്ഞാണ് ആ ചിത്രപ്പണി വന്നിരിക്കുന്നത് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ആ മനോഹരമായ ചിറകുള്ള പൂമ്പാറ്റകൾ മനോഹരമായി പാട്ടും കൂടെ പാടിയാലോ എന്ത് രസമായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലോട്ട് പോകാം. ഗാനരചയിതാവും നാടകകൃത്തും സിനിമാ സംവിധായകനുമൊക്കെയായ ശ്രീ KT മുഹമ്മദിൻ്റെ ഒരു മനോഹരമായ ഗാനമാണ് ഖൽബിലെ നിലാവ് എന്ന പാഠഭാഗം. തൻ്റെ പ്രണയിനിയെ അതിമനോഹരമായി കാമുകനിവിടെ വർണ്ണിച്ചിരിക്കുകയാണ്. ആദ്യ ഭാഗത്തിൽ കാമുകി താമസിക്കുന്നത് താമര പൂങ്കാവനത്തിലാണ്. താമരപ്പൂവെന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായതും മനോഹരവുമായ ഒരു പൂവാണ്. അതുമാത്രമല്ല, പഞ്ചവർണ്ണ കിളിയേക്കാളും അല്ലെങ്കിൽ അതിനോടൊപ്പം മനോഹരിയാണ് ഇവിടെ കാമുകി. പൂങ്കാവനത്തിൽ താമസിക്കുകയും ഒപ്പം തന്നെ പഞ്ചവർണ്ണ കിളിയുടെ സൗന്ദര്യവും തൻ്റെ കാമുകിക്കുണ്ടെന്ന് കാമുകൻ പറയുന്നു. മാത്രമല്ല, പൂക്കളിൽ റാണിയായിട്ട് തൻ്റെ നായിക അവിടെ പൂത്തു നിൽക്കുകയാണ്. ആ സമയത്ത് പൂനിലാവ് വന്നിട്ട് പൂ വിതറുന്നുമുണ്ട്. സുന്ദരിയായി വിടർന്നു നിൽക്കുന്ന പൂവിനെ ചന്ദ്രൻ നിലാവ് കൊണ്ട് പുണരുന്നതായിട്ടിവിടെ കാമുകൻ പറഞ്ഞിരിക്കുന്നു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന് അവസാനം നായകൻ്റെ കാലൊക്കെ തരിച്ചു പോവുകയാണ്. ഇവിടെ പ്രതീക്ഷ കൈവിടാതെയുള്ള കാത്തിരിപ്പിനൊടുവിൽ തനിക്ക് കാലുകൾ കഴിക്കുന്നതായിട്ട് നായകൻ പറയുന്നു. മാത്രമല്ല, കൺമണിയെ കാണാനായിട്ട് തൻ്റെ കണ്ണുകൾ എത്ര സമയമായി കൊതിച്ചിരിക്കുന്നു എന്നും അവിടെ വരികളിൽ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, തൻ്റെ ഹൃദയത്തിലേക്ക് കണ്ണുകളുടെ നോട്ടം കൊണ്ട് കല്ലെറിയുന്നവളാണ് തൻ്റെ കാമുകിയെന്നും ആ നോട്ടം കാമുകനെ വളരെയേറെ ആകുലനും ആക്കുന്നുണ്ട്. പ്രണയിനിയെ കൺമണി എന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കണ്ണിൻ്റെ കൃഷ്ണമണിയെക്കാളും അവൾക്ക് മൂല്യമുണ്ട് എന്ന് കവിതയിലൂടെ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആകാശത്തു നിന്ന് തൻ്റെ കാമുകിയെ കാണുന്ന ചന്ദ്രൻ അവളെ കാണാനായിട്ട് ഭൂമിയിലോട്ട് ഇറങ്ങി വരികയാണ്. ആ സമയത്ത് സൗന്ദര്യമുള്ള തൻ്റെ കാമുകിയെ കണ്ടിട്ട് ചന്ദ്രൻ അമ്പരന്ന് പോകുന്നതായിട്ട് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നു. നായികയെ കാണാനുള്ള നായകൻ്റെ അതിയായ ആഗ്രഹവും കാത്തിരിപ്പിൻ്റെ ദൈർഘ്യവും വികാര തീവ്രമായി നമുക്ക് ഈ ഗാനത്തിലൂടെ കാണാനായിട്ട് കഴിയും. ഇനി പാഠപുസ്തകത്തിനകത്തുള്ള ഓരോ പ്രവർത്തനങ്ങളിലോട്ടും പോകാം. KT മുഹമ്മദ് ഗാനരചയിതാവ്, നാടകകൃത്ത്, സിനിമാ സംവിധായകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായ വ്യക്തിയാണ് KT മുഹമ്മദ്. കുളത്തിങ്കൽ തൊടിയിൽ മുഹമ്മദ് എന്നതാണ് മുഴുവൻ പേര്. ഇത് ഭൂമിയാണ്, കാഫർ, ഭരണത്തിൻ്റെ യവനിക, അസ്ഥിവാരം, മേഘസന്ദേശം, ചുവന്ന ഘടികാരം, അപരിചിതൻ, കടൽപ്പാലം, തുറക്കാത്ത വാതിൽ, സാക്ഷാത്കാരം, ദീപസ്തംഭം തുടങ്ങിയവ പ്രധാന നാടകങ്ങളാണ്. സംസ്ഥാന നാടക പുരസ്കാരം, മദ്രാസ് സംഗീത നാടക അക്കാദമി പുരസ്കാരം, PJ ആൻ്റണി ഫൗണ്ടേഷൻ പുരസ്കാരം, പത്മപ്രഭ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. ഗാനത്തിൽ നായകൻ്റെ കാത്തിരിപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തി എഴുതുക. കാത്തിരുന്നു കാൽ തരിച്ചുപോയി കൺമണിയെ കാണുവാനായി കൺകൊതിച്ചുപോയി എന്നീ വരികളാണ് ഗാനത്തിൽ നായകൻ്റെ കാത്തിരിപ്പിന് അവതരിപ്പിച്ചിരിക്കുന്നത്. തൻ്റെ പ്രണയിനിയെ എത്രയും വേഗം കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നായകൻ നിന്നിരുന്നത്. എന്നാൽ കാത്തിരിപ്പിൻ്റെ ദൈർഘ്യം വളരെ കൂടി വളരെ വികാര തീവ്രമായിട്ടാണ് വരികളിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. വാക്കുകളുടെ ആവർത്തനം തീവ്രമായ നായകൻ്റെ കാത്തിരിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. നായകൻ്റെ അവസ്ഥയും വരികളിൽ വ്യക്തമാണ്.
തൻ്റെ കൺമണിയാകുന്ന പ്രണയിനിയെ കണ്ണുകളിൽ കാണാനുള്ള കൊതിയും ഗാനത്തിലൂടെ നായകൻ വ്യക്തമാക്കുന്നു. തൻ്റെ മനസ്സ് നായികയെ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്നതായി വർണ്ണനയിൽ കാണാം. താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ. ഇതുപോലുള്ള മനോഹരമായ പ്രയോഗങ്ങൾ ഗാനത്തിലുണ്ടല്ലോ. ഇത്തരത്തിൽ പ്രകൃതിയെയും നായികയെയും അവതരിപ്പിക്കുന്ന വർണ്ണനകളുടെ ഭംഗി കണ്ടെത്തി വിശകലനം ചെയ്യുക. താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നവൾ, പഞ്ചവർണ്ണ പൈങ്കിളിയിലെ പങ്കറങ്കുള്ളവൾ, പൂക്കളിൽ പൂറാണിയായി പൂത്തു നിൽക്കുന്നവൾ, കണ്ണുകളാൽ കൽബുകളിൽ കല്ലെറിയുന്നവൾ, അമ്പിളിമാമനെ സൗന്ദര്യത്തിൽ അമ്പരപ്പിക്കുന്നവൾ. താമര പൂങ്കാവനത്തിൽ താമസിക്കുന്ന തൻ്റെ സുന്ദരിയായ നായിക പഞ്ചവർണ്ണ കിളിയെ വെല്ലുന്ന സൗന്ദര്യമുള്ളവളാണ്. പ്രകൃതിയിൽ ഏറ്റവും സുന്ദരമായ പൂക്കളിൽ ഒന്നാണ് താമരപ്പൂവ്. പഞ്ചവർണ്ണക്കിളിയും അങ്ങനെ തന്നെയാണ്. ഏറെ ശ്രേഷ്ഠവും മനോഹരവുമായ ഒന്നാണ് പഞ്ചവർണ്ണക്കിളി. വരികളിൽ പ്രകൃതിയെയും നായികയെയും അവതരിപ്പിച്ചിരിക്കുന്നു. പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കാൾ മികച്ച സൗന്ദര്യമുള്ള തൻ്റെ നായിക പൂക്കളുടെ റാണിയാണ്. കണ്ണുകളാൽ തൻ്റെ ഹൃദയത്തെ കവർന്ന നായികയെ പ്രകൃതിയുടെ എല്ലാ സൗന്ദര്യങ്ങളോടും ഒത്തിണക്കി നായകൻ വർണ്ണിച്ചിരിക്കുന്നു. താമര പൂങ്കാവനം, പൂക്കൾ, പഞ്ചവർണ്ണ പൈങ്കിളി, അമ്പിളിമാമൻ തുടങ്ങിയ പ്രകൃതിയുടെ ഭാവങ്ങൾ ഗാനത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു. അതിലൂടെ പ്രകൃതിയെയും നായികയെയും ഭാവാത്മകമായി ഗാനരചയിതാവ് അവതരിപ്പിച്ചിരിക്കുന്നു. അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് ഗാനം രചിക്കേണ്ടതാണ്. കൽബിലെ നിലാവ് എന്ന് പറയുന്ന മനോഹരമായ ഗാനം പരിചയപ്പെട്ടല്ലോ. ഗാനത്തിൻ്റെ സവിശേഷതകൾ ഉൾക്കൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ആശയത്തെ മുൻനിർത്തി ഗാനം രചിക്കുക എന്നതാണ് പ്രവർത്തനം. അപ്പോൾ കൂട്ടുകാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാശയം, അതെന്ത് തന്നെയെങ്കിലും ആവാം അല്ലേ, പ്രകൃതിയുടെ പ്രതിഭാസമോ നിങ്ങൾക്കിഷ്ടപ്പെട്ട അങ്ങനെയുള്ള ആരെയും വിഷയമാക്കി ഒരു ഗാനം രചിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക, അത്തരത്തിലുള്ള ഒരു ഗാനം രചിക്കുക. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കൂടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അടുത്ത പ്രവർത്തനം സംവാദം സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. നാടകങ്ങളിലും സിനിമകളിലും ഗാനം അനിവാര്യമാണോ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സംവാദം സംഘടിപ്പിക്കുക. ഇതിനോടകം തന്നെ പല ക്ലാസ്സുകളിലും നമ്മൾ സംവാദം സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും വിഷയം നമ്മൾ ആദ്യം നോക്കണം അല്ലേ. നാടകങ്ങളിലും സിനിമകളിലും ഗാനം അനിവാര്യമാണോ എന്നുള്ളതാണ് വിഷയം. ആദ്യമായിട്ട് വിഷയത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും 2 ഗ്രൂപ്പായിട്ട് തിരിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ സംവാദം നിയന്ത്രിക്കാനായിട്ട് ഒരു മോഡറേറ്റർ അത്യാവശ്യമാണ്. അപ്പോൾ ഗ്രൂപ്പിൽ നടക്കുന്ന എല്ലാ ഡിസ്കഷനും മോഡറേറ്ററുടെ അനിവാര്യത്തോടു കൂടെ ആയിരിക്കണം, അല്ലെങ്കിൽ സാന്നിധ്യത്തോടു കൂടെ ആയിരിക്കണം നടക്കേണ്ടത്. അടുത്തതായി പ്രചാരത്തിനായി നമുക്ക് സംവാദത്തിന് മുന്നേ നോട്ടീസോ പോസ്റ്ററോ ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നടത്തുന്ന സംവാദത്തിലെ പറയുന്ന ഓരോ ആശയം അല്ലെങ്കിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ വ്യക്തിയും വ്യക്തതയോടുകൂടെ വേണം അവതരിപ്പിക്കേണ്ടത്. അതുപോലെ വിഷയത്തിൽ നിന്നും വ്യതിചലിക്കാൻ പാടില്ല, അത് മോഡറേറ്ററുടെ ഉത്തരവാദിത്തമാണ്. മാത്രമല്ല 2 ഗ്രൂപ്പിലെയും എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങളും മാനിക്കേണ്ടതായിട്ടുണ്ട്. അവസാനം മോഡറേറ്ററുടെ സഹായത്തോടുകൂടെ ആശയങ്ങളെല്ലാം അല്ലെങ്കിൽ സംവാദത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന എല്ലാ കാര്യങ്ങളും കൂടെ അവസാനമായിട്ട് ക്രോഡീകരിക്കണം. അടുത്ത പ്രവർത്തനത്തിലോട്ട് പോകാം. മലയാളികൾ നെഞ്ചേറ്റിയ പ്രശസ്തങ്ങളായ നാടക സിനിമാ ഗാനങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ ഗാനസദസ്സ് സംഘടിപ്പിക്കുക. അവതരണത്തിൻ്റെ ഭാഗമായി ഓരോ ഗാനത്തെയും പരിചയപ്പെടുത്തുന്നതിനാവശ്യമായ ആമുഖ ഭാഷണം, അതുപോലെ തന്നെ പോസ്റ്റർ എന്നിവ തയ്യാറാക്കാനാണ്. അപ്പോൾ ആമുഖ ഭാഷണം എന്താണെന്നും പോസ്റ്റർ എന്താണെന്നുമായിട്ടുള്ള ചെറിയൊരു ഉദാഹരണമാണ് കേട്ടോ ഈ ആക്ടിവിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ആദ്യം ആമുഖ ഭാഷണം എന്താണെന്ന് നോക്കാം. നമുക്ക് ക്ലാസ്സിൽ അവതരിപ്പിക്കുന്ന, അതായത് സിനിമാ ഗാനങ്ങളോ എന്തെങ്കിലും ഒരു ഗാന സദസ്സ് സംഘടിപ്പിച്ച് അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ആമുഖ ഭാഷണമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് ഒരു ഉദാഹരണം ശ്രദ്ധിക്കൂ. പ്രിയ കലാസ്നേഹികളെ, ഒരു ഗാന സദസ്സായിട്ടാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. സിനിമയുടെ പഴയകാല ചരിത്രം നാം പരിശോധിച്ചാൽ സിനിമാ ഗാനങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മലയാളികളുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന നിരവധി സിനിമാ ഗാനങ്ങളും നാടകഗാനങ്ങളും ഇന്നും നിലവിലുണ്ട്. ഇന്ന് ഈ സദസ്സിൽ അത്തരത്തിലുള്ള കുറച്ച് സിനിമാ ഗാനങ്ങളെയാണ് നാം പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യമായി
തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ട് എന്ന ഗാനം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഗാനമാണ്. മോഹൻലാലും ശോഭനയും നായകനും നായികയുമായി അഭിനയിച്ച ഈ ചിത്രത്തിൽ ആ ഗാനത്തിന് പ്രത്യേക ഒരു പ്രാധാന്യം തന്നെയുണ്ട്. ഇതിപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊരു ഉദാഹരണം പറഞ്ഞതാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള നിങ്ങളെ സ്വാധീനിച്ച ഗാനങ്ങളൊക്കെ ശേഖരിച്ച് ഈ വിധത്തിൽ തയ്യാറാക്കാം. ഇത്തരത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സിനിമാ ഗാനങ്ങളും നാടക ഗാനങ്ങളും ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് വേണം ആമുഖ സംഭാഷണം നടത്തേണ്ടത്. അതുപോലെ തന്നെ അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് പോസ്റ്ററാണ്. പോസ്റ്ററൊക്കെ സുപരിചിതമാണ് കൂട്ടുകാർക്ക്. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ പ്രധാനമായിട്ടും തീയതി, സമയം, സ്ഥലം അത് വ്യക്തമായിരിക്കണം. അതുപോലെ തന്നെ ഗാനസദസ്സ് അതിൻ്റെ ലക്ഷ്യം എന്താണ്, ശ്രദ്ധ ആകർഷിക്കുന്ന വിധമുള്ള തലക്കെട്ട് അനിവാര്യമാണ്. അതുപോലെ തന്നെ വിശിഷ്ട അതിഥികൾ വരുന്നുണ്ടെങ്കിൽ അവരുടെ പേരും എടുത്ത് പറയേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു പോസ്റ്റർ കൂട്ടുകാർ തയ്യാറാക്കുക. അവസാനത്തെ പ്രവർത്തനമെന്ന് പറയുന്നത് സമ്പന്നമായ ഗാനസാഹിത്യ പാരമ്പര്യം മലയാളത്തിലുണ്ട്. കൃഷി, പ്രകൃതി, സാമൂഹിക ജീവിതം, പ്രണയം, സാമൂഹിക വിമർശനം എന്നിങ്ങനെ വൈവിധ്യമാർന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് അവ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട് വിശകലനം ചെയ്യുന്ന വീഡിയോ തയ്യാറാക്കാനായിട്ടുള്ളതാണ് അവസാനത്തെ പ്രവർത്തനം. ഡോക്യുമെൻ്ററികളും വീഡിയോകളും ഒക്കെ നമ്മുടെ കൂട്ടുകാർ ഇതിന് മുന്നോടിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സാമൂഹിക പ്രശ്നം, വൈവിധ്യമാർന്ന ഒരു വിഷയം എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു പാട്ടിൻ്റെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവരെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നുള്ള ക്ലാസ്സുകൾ അപ്പോൾ അത് കാണാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും